ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന ദിവസമായിരുന്നു. നമ്മൾ കുറച്ച് ഐറ്റംസാണ് വാങ്ങിയിട്ടുള്ളൂ, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അതെല്ലാം നിങ്ങളോടും കൂടിയിട്ട് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോ ഐറ്റംസും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. കാരണം ഇത്രയും നാളിൽ മേടിച്ചപ്പോൾ ഉണ്ടായ അനുഭവം കൂടിയിട്ടാണ് പറയണത്. നിങ്ങൾ എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ 3 ഷോപ്പുകളിലായിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്മാർട്ട് ബസാർ ഇരിഞ്ഞാലക്കുടയും പിന്നെ MCP ഇരിഞ്ഞാലക്കുട എന്നുള്ള ഷോപ്പാണ്. മൂവലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് അവിടെയാണ്. ഇതെല്ലാം ഇരിഞ്ഞാലക്കുടയുള്ള ഷോപ്പുകളിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പല ഐറ്റംസ് പല പല കടകളിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നോട്ട്ബുക്സ് ആണ്. നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. നമ്മൾ വില കുറവ് കാണുമ്പോൾ കുഴപ്പമില്ല, ബാഗ് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പേജിന്റെ എണ്ണം ശ്രദ്ധിക്കുക. അതൊരു പേജിന്റെ എണ്ണം, ബുക്കിന്റെ വില, പേപ്പറിന്റെ കട്ടി. ചില പേപ്പറുകൾ വളരെ കനം കുറവായിരിക്കും, എഴുതി കഴിയുമ്പോൾ മഷി അങ്ങോട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ ചില വിലക്കുറവ് കാണുമ്പോൾ നമ്മൾ അങ്ങനെയും വാങ്ങും. അപ്പോൾ അങ്ങനെ നോക്കി വാങ്ങാം. കുട്ടികളുടെ ക്ലാസ് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള വലുപ്പമുള്ള ബുക്കുകൾ വാങ്ങാം. ചെറിയ കുട്ടികൾക്ക് വലിയ ബുക്ക്, അതേ നീളമുള്ള ബുക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ എഴുതി പഠിക്കാനൊക്കെ പറയുമ്പോൾ കുറേ എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ ബുക്ക് നോക്കിയിട്ട് വാങ്ങാം. വലിയ കുട്ടികൾക്ക് A4 സൈസ് എന്ന് പറഞ്ഞ അളവിൽ വരെയുള്ള ബുക്കുകൾ വരുന്നുണ്ട്. കുറേ പേജുള്ളത് വാങ്ങണ്ട, കാരണം ഭയങ്കര വെയിറ്റ് കൂടുതലാവും. അപ്പം അതുകൊണ്ട് ഒരു 172 പേജിന്റെ ബുക്കൊക്കെ മതിയാവും. പിന്നെ ഞാനിതിൽ കാണിക്കുമ്പോൾ ഓരോ ഐറ്റംസിന്റെ ഫാൻസി മോഡൽ ഐറ്റംസ് കണ്ടത് കൂടി ഷെയർ ചെയ്യാം. അപ്പം നോട്ട്ബുക്കുകൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലുകൾ, ഇതൊക്കെ നമുക്ക് ജേർണലായിട്ട് യൂസ് ചെയ്യാൻ, ഡയറി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന മോഡലുകളൊക്കെ നമ്മൾ ഇപ്പോൾ കടകളിലും കാണുന്നുണ്ട്. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. നമ്മൾ വാങ്ങിയൊന്നുമില്ല, പക്ഷെ നമ്മളൊക്കെ എല്ലാം ഇങ്ങനെ നോക്കി. രണ്ടാമത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് നെയിം സ്ലിപ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ബേസിക് മോഡൽ, ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ഉള്ളതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാർബി, അതുപോലെ ചോട്ടാ ഭീം, കാറുകളുടെ പടം, ഫ്ലവേഴ്സിന്റെ ഒക്കെ ഉള്ളതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് ആയ കാരണം പിന്നെ ഇവർക്ക് ഇത് ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മോഡലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ഐറ്റം നമ്മുടെ ബുക്ക് പൊതിയണ ചട്ടയാണ്. അത് നമ്മൾ സാധാരണ മോഡൽ ഇങ്ങനത്തെ പേപ്പറിന്റെ ബ്രൗൺ പേപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കളർ അത് വരുന്നുണ്ട്. പിന്നെ 2 അളവുകളിലും വരുന്നുണ്ട്. ബുക്കിന്റെ അളവ് അനുസരിച്ച് നോക്കിയിട്ട് വാങ്ങാം. നമ്മൾ വെച്ച് നോക്കി വാങ്ങുക, ഇല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് വലിയ പേപ്പർ എടുത്താൽ അത് വേസ്റ്റ് ആയി പോകും. പിന്നെ ബുക്ക് കവർ തന്നെ പ്ലാസ്റ്റിക് കവറിന്റെ മോഡലുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ബുക്ക് കവർ എപ്പോഴും കീറി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ വർഷം ഞാൻ കടകളിൽ പോയപ്പോൾ അത് കണ്ടേ ഇല്ല കേട്ടോ. നമ്മൾ മുൻപ് ഇത് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കുഴപ്പം നമ്മൾ സ്റ്റേപ്ലർ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചാലാണ് ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ബ്രൗൺ പേപ്പറിന്റെ അത്ര ഈസി അല്ല ഇത് പൊതിയാൻ. പിന്നെ ഓൺലൈനിലൊക്കെ കാണുന്ന ഒരു മോഡൽ ബുക്ക് കവർ ഇപ്പോൾ കടകളിൽ കിട്ടുന്നുണ്ട് കേട്ടോ. സെൽഫ് അഡ്ഹസീവ് ബുക്ക് കവർ എന്ന് പറഞ്ഞിട്ട്, ഇത് നമ്മൾ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ ഈ ബുക്ക് കവർ നമുക്ക് ബുക്കുമ്പോഴേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ബുക്കിന് വേണ്ടിയിട്ട് ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ബുക്കിന്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് ഈ ഷീറ്റ് വാങ്ങേണ്ടത്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് പെൻസിലാണ് എടുക്കാനുണ്ടായിരുന്നത്. പെൻസിൽ നമ്മൾ സാധാരണ അപ്സരയുടെയോ നടരാജോ അല്ലെങ്കിൽ ഡോംസോ അങ്ങനത്തെ ബേസിക് മോഡലാണ് വാങ്ങാറ്. കാരണം അതാണ് നമുക്ക് ചെത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ നാൾ ലാസ്റ്റ് ചെയ്യണത്. പിന്നെ ക്യൂട്ടായിട്ടുള്ള മോഡലുകൾ വരുന്നുണ്ട്, വിലയിലും വ്യത്യാസമുണ്ട്. പിന്നെ ചില മോഡലുകൾ പെൻസിലുകളൊക്കെ പ്രോപ്പറായിട്ട് ചെത്തി വന്നാൽ അതിൻ്റെ മോനെയൊന്നും അങ്ങനെ നിൽക്കില്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളത് കാണാൻ രസമുണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്യണത് സാധാരണ മോഡലായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയേക്കണേ. 1-2 ഒക്കെ വേണമെങ്കിൽ അങ്ങനത്തെ വാങ്ങാം, പക്ഷെ കൂടുതൽ ക്വാളിറ്റി മറ്റേ മോഡലാണ്. പിന്നെ നമുക്ക് മെക്കാനിക്കൽ പെൻസിൽ വരുന്നുണ്ട്. അത് തന്നെ ക്യൂട്ടായിട്ടുള്ള മോഡൽ ഈ പ്രാവശ്യം കുറേ എണ്ണം കണ്ടു കേട്ടോ. 100 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അടുത്തത് പെന്നിന്റെ സെക്ഷനാണ്. ഇവർക്ക് പേനയാണ് ഉപയോഗിക്കുന്ന കാരണം അതാണ് കൂടുതലും വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ എൽക്കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 5 രൂപയുടെ പേനയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പേനയാണ് ഉപയോഗിച്ചിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് ആയിരിക്കും ഇഷ്ടം. നിങ്ങളുടെ ഫേവറേറ്റ് പേനയുടെ ബ്രാൻഡ് ഏതാണെന്ന് കമന്റിൽ പറയുക. എന്താണ് അതിന്റെ റീസൺ എന്നും പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഞാൻ പേന വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഓരോ പീസായിട്ടുള്ള പേന വാങ്ങും, ഇല്ലെങ്കിൽ 6 എണ്ണത്തിന്റെ പാക്കൊക്കെ ആയിട്ട് വാങ്ങും. അല്ലാതെ വലിയ പാക്കറ്റിൽ ഇങ്ങനെ കുറേ പേനയായിട്ടുള്ളതില്ല, അത് അധികം വാങ്ങാറില്ല. എന്ന് വെച്ചാൽ അത് കുറേ കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറാകുമ്പോൾ അതിൻ്റെ മഷി ഇങ്ങനെ നിന്ന് പോണു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 6 എണ്ണത്തിന്റെ പാക്കൊക്കെ ആയിട്ട് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. പിന്നെ ഫാൻസി മോഡൽ കുറേ പേനകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് അത്ര വലിയ ഉപകാരം തോന്നുന്നില്ല. നമുക്ക് സ്റ്റഡി ടേബിളുമ്പോൾ വെക്കുമ്പോൾ ഒക്കെ ഭംഗിയാണ്, ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. പക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ പേനകൾ.
അടുത്തത് നമ്മൾ സ്കെയിൽ, ഇറേസർ, ഷാർപ്നർ അതിൻ്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. സ്കെയിൽ കുറേ മോഡലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ലോങ് സ്കെയിലും ഒരു ചെറിയ സ്കെയിലാണ് മേടിക്കാറുള്ളത്. ഇറേസറും അപ്സരയുടെ ഈ ഒരു ഇറേസർ മോഡലാണ് വാങ്ങാറുള്ളത്. പിന്നെ നമ്മൾ കുറേ എണ്ണത്തിൻ്റെ പാക്കായിട്ട് ഇറേസറും ഷാർപ്നറും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ കുറേ ഇരിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്ക് കളഞ്ഞിട്ട് വന്ന് പിന്നെയും ചോദിക്കാൻ ടെൻഡൻസിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓരോന്ന് വെച്ചിട്ട് തന്നെയാണ് വാങ്ങാറുള്ളൂ. അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെ വെറുതെ കുറേ മേടിച്ച് കൊടുത്ത് അതിങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് അർത്ഥമില്ലല്ലോ. പിന്നത്തെ കാര്യമുള്ളത് ഇതേ ഇറേസറിലൊക്കെ ഒരുപാട് ക്യൂട്ട് മോഡലുണ്ട് കേട്ടോ. മിഠായി പോലെ ഇരിക്കുന്നു, കഴിക്കാനൊന്നും കണ്ട. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വാങ്ങി ഉപയോഗിക്കാനേ തോന്നില്ല. അതിങ്ങനെ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. കാരണം മാച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി പോയില്ലേ. മാത്രമല്ല ഈ ഇറേസേഴ്സൊക്കെ മായ്ക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചില സമയത്ത് നന്നാവാറില്ല. കാണാനാണ് രസം. അതുപോലെ ഷാർപ്നറൊക്കെ കണ്ടാൽ കളിക്കുന്ന ടോയ്സ് പോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ സാധാരണ ഷാർപ്നറാണ് ഉപയോഗിക്കുമ്പോൾ നല്ലത് ലാസ്റ്റ് ചെയ്യണതൊക്കെ കേട്ടോ. ഇതൊക്കെ നമുക്ക് ക്യൂട്ടായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മളിത് വാങ്ങി കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത്, അവരത് സ്കൂളിൽ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ അത് കേടാവും. മറ്റു കുട്ടികൾക്ക് കാണുമ്പോൾ അത് കിട്ടണമെന്ന് ആഗ്രഹമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ അധികം സ്കൂളിലേക്ക് കൊടുത്ത് വിടാറൊന്നുമില്ല. വീട്ടിൽ വാങ്ങി ജസ്റ്റ് അവിടെ വെച്ച് അവരെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം ഇങ്ങനത്തെ അധികം ഒന്നും വാങ്ങാറുമില്ല. പിന്നെ ഇറേസറും ഷാർപ്നറും ഒന്നിച്ചുള്ള മോഡലുണ്ട്. അതുപോലെ വലിയൊരു ഇറേസറിന്റെ ഇത് കൊടുത്തിട്ട് അതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന മോഡൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഷാർപ്നർ തന്നെ ഇതുപോലത്തെ കുറേ മോഡൽ, കുറേ ഉള്ള ബോക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം മൂർച്ചയുണ്ടെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ബ്രാൻഡഡ് ആയിട്ടുള്ള എൻ്റെ 1-2 എണ്ണമാണ് വാങ്ങാറുള്ളത്. അതുപോലെ തന്നെ പെൻസിലും ഇറേസറും ബോക്സ് ഒക്കെ വരുന്ന സെറ്റ് ആയിട്ടുള്ള മോഡലുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയും വാങ്ങാം. അപ്പം ഇതിലൊക്കെ ഏതെടുക്കണമെന്ന് ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ റോസൂന് ഇങ്ങനത്തെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ മോഡലിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്കെയിൽ തന്നെ പല വെറൈറ്റീസിലും ഒക്കെ വരുന്നുണ്ട്. അടുത്തത് നമ്മൾ ബാഗിന്റെ സെക്ഷനിലോട്ട് വന്നിരിക്കണേ. നമ്മൾ കഴിഞ്ഞ വർഷം ബാഗ് വാങ്ങിയോണ്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെല്ലാ മോഡൽസും നോക്കാണ്. അപ്പോൾ ബാഗ് വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് അനുസരിച്ചിട്ട് നമ്മുടെ ബാഗ് വാങ്ങാനായിട്ട് അളവ്, അതായത് ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറിയ ബാഗും, അതുപോലെ തന്നെ UP ലെവലൊക്കെ ആയി കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ആകുമ്പോൾ വലിപ്പുണ്ടാകുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ബാഗ് വേണം. അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് വാങ്ങാം. പിന്നെ നന്നായിട്ട് കമ്പാർട്ട്മെന്റ്സ്, ചെറിയ ചെറിയ ഷെൽഫുകളും അതുപോലെ അങ്ങനത്തെ ഉള്ള കുറച്ചും കൂടെ ഉള്ളത് വാങ്ങാം. അപ്പം നമുക്ക് ഐറ്റംസ് ഒക്കെ തരം തിരിച്ച് വെക്കാൻ പറ്റും. പിന്നെ തീരെ കൊച്ചു ബാഗ് വാങ്ങാണ്ടിരിക്കുക. കാണുമ്പോൾ ക്യൂട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ ബുക്കൊന്നും മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല. പിന്നത്തത് ബാഗിന്റെ കളർ കാണാൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലൈറ്റ് കളറുകളാണ്. ഞാൻ കഴിഞ്ഞ വർഷം തൃശ്ശൂർ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനത്തെ ലൈറ്റ് റോസ്, ലാവൻഡർ കളർ, അങ്ങനെ ലൈറ്റ് കളേഴ്സ് കുറേ കണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത് നമ്മുടെ ക്ലൈമറ്റിന് അത് പെട്ടെന്ന് മുഷിഞ്ഞു പോകും. മാത്രമല്ല കരിമ്പനടിച്ച പോലെ കുത്തുകൾ വരിക, പിന്നെ വേഗം നമ്മൾ കഴുകണം. പക്ഷെ ഇങ്ങനത്തെ കളേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് മുഷിയില്ല. മാത്രമല്ല കഴുകി നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടൈപ്പ് കളേഴ്സ് ആയിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ വാട്ടർ ബോട്ടിലിന്റെ സെക്ഷനാണ്. പ്ലാസ്റ്റിക്കിന്റെയും സ്റ്റീലിന്റെയും ബോട്ടിൽസ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ സെക്ഷനിലാണ് കൂടുതൽ വെറൈറ്റീസ് ഉള്ളത്. കുറേ സെറ്റിങ്സ് ഉള്ള മോഡലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ബോട്ടിൽ എടുക്കുമ്പോൾ എനിക്ക് പൊതുവെ ഇഷ്ടം സിമ്പിൾ ആയിട്ടുള്ളതാണ്. കുറേ സെറ്റിങ്സ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒക്കെ കുട്ടികൾ ഉപയോഗിച്ചൊക്കെ കേടാവും. മാത്രമല്ല താഴെയൊക്കെ വീഴാം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ലോക്ക് സിസ്റ്റം ഒക്കെ കംപ്ലൈൻറ്റ് വരാം. ഇത് കണ്ടില്ലേ, 2 കമ്പാർട്ട്മെൻ്റ് ഉള്ള ബോട്ടിൽ കേട്ടോ. 2 ടൈപ്പ് ജ്യൂസോ വെള്ളമോ ഒക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് സെറ്റിങ്സ് വേണ്ടെന്ന്, അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്കല്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടം. അപ്പം അങ്ങനെ നോക്കിയിട്ട് വാങ്ങാം. ഞാൻ എടുക്കുകയാണെങ്കിൽ ബേസിക് മോഡലാണ്, പ്ലാസ്റ്റിക്കിൽ നല്ലത് നോക്കിയിട്ട് എടുക്കുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ബോട്ടിലുകൾ ഒരുപാട് നാൾ യൂസ് ചെയ്യരുത്. എല്ലാ വർഷവും പുതിയത് പ്ലാസ്റ്റിക് ബോട്ടിൽ മാറ്റി വാങ്ങണം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. സ്റ്റീലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് നാള് സ്റ്റീൽ ബോട്ടിൽ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റീൽ ബോട്ടിൽ വാങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. തീരെ കൊച്ചു കുട്ടികൾക്ക് സ്റ്റീൽ ബോട്ടിൽ കൊടുത്തു കഴിയുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ മിസ്സാക്കിയിട്ട് വരും, ഐറ്റംസ് സൂക്ഷിക്കാണ്ട്. അങ്ങനെ വരുമ്പോൾ സ്റ്റീൽ ബോട്ടിൽ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് സ്റ്റീൽ ബോട്ടിലിന്. അതൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല താഴെ വീണ് കഴിഞ്ഞാൽ ചെളുങ്ങും. പിന്നത്തെ ഒരു കാര്യമുള്ളത് അതിൻ്റെ അടപ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വാഷ് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ വെള്ളം ലീക്ക് അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് വലിയ കുട്ടികൾക്ക് സ്റ്റീൽ ബോട്ടിൽ നല്ലത്. കുഞ്ഞു കുട്ടികൾ എപ്പോഴും ഇതിങ്ങനെ കളയലും അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണം സ്റ്റീൽ ബോട്ടിൽ മാനേജ് ചെയ്യാനായിട്ട് കഴിവട്ടെ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ബോട്ടിൽ നമ്മളിപ്പോൾ 1 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പം ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് ഇയർ കഴിയാറാകുമ്പോഴേക്കും അതിൻ്റെ അടപ്പ് ലൂസായി തുടങ്ങിയ ലോക്ക്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഒരെണ്ണം കൂടി മേടിക്കുന്നു വന്നു, കാരണം അതിൻ്റെ ലോക്ക് ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് സാധാരണ മോഡൽ ഇങ്ങനത്തെ അടപ്പുള്ള ബോട്ടിലാണ് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക് എല്ലാ വർഷം മാറ്റണതാണ് എന്തുകൊണ്ടും നല്ലത്. മാറ്റാൻ ഇഷ്ടമില്ലെങ്കിൽ സ്റ്റീൽ എടുക്കുക.
അടുത്തത് നമ്മൾ ലഞ്ച് ബോക്സിന്റെ സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം നമ്മൾ ലഞ്ച് ബോക്സും കറിപ്പാത്രവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ നല്ലത് ഏതാണെന്ന് ഞാൻ പറയാട്ടോ. അപ്പോൾ നല്ല സ്റ്റീൽ പാത്രം നോക്കിയിട്ട് സ്റ്റീൽ പാത്ര കടകളിൽ പോയാൽ നല്ല ടിഫിൻ ബോക്സുകൾ കിട്ടും, അല്ലെങ്കിൽ ഷോപ്പുകളിലുണ്ട്. ഇതിൽ അരികൊക്കെ മൂർച്ചയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള നോക്കിയിട്ട് വാങ്ങുക. കറിപ്പാത്രം അങ്ങനെ തന്നെ കുട്ടികൾക്ക് തുറക്കാൻ അടക്കാൻ ഈസി ആയിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ലിഡ്, അതായത് സ്റ്റീൽ പാത്രം ലിഡ് പ്ലാസ്റ്റിക് ആയിരിക്കും, പിന്നെ ക്ലിപ്പ് ലോക്കുള്ള മോഡൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കി വാങ്ങിയില്ലെങ്കിൽ ടീച്ചേഴ്സിന് അത് തുറന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തന്നെ തുറക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ഒരു മോഡൽ കഴിഞ്ഞ വർഷം ചെറിയ മോഡൽ പാത്രം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ വലുത് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ലിഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള മോഡല്. പിന്നെ സ്റ്റീൽ പാത്രം അതിന്മേ ലിഡുമ്മ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്ന മോഡൽ ലിഡ് വരുന്ന മോഡലുണ്ട്. പിന്നെ കാസറോൾ മോഡലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ചൂടുള്ള ഭക്ഷണം ടൈം ചില പാത്രം തുറക്കാൻ കിട്ടാണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ തട്ടിപ്പിടിച്ചൊക്കെ തുറക്കേണ്ടി വരും. അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലാത്ത പാത്രം നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉള്ള ലിഡ് ഉള്ളത് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ബെൻഡോ ബോക്സ്, അതായത് ഇങ്ങനെ പാർട്ടീഷനുള്ള മോഡല്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം നമുക്ക് നമ്മുടെ ഫുഡ് രീതിക്ക് സൂട്ടബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ ഈ മോഡലൊക്കെ ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് തുറക്കാനൊക്കെ ഈസി ആയിരിക്കും, പക്ഷെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് അത്ര താല്പര്യം ആവില്ല. അപ്പം അങ്ങനെ ഒരുപാട് മോഡലുണ്ട്. നീ ഏത് നോക്കി എടുക്കുന്ന തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും മോഡൽസ്. പിന്നെ സ്നാക്ക് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ മാത്രമായിട്ടുള്ള ബോക്സും അതിൻ്റെ കൂടെ വാട്ടർ ബോട്ടിലൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ബർഗർ ഷേപ്പിലുള്ള സ്നാക്ക് ബോക്സ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു ആ ബർഗർ ഷേപ്പ്. ഇപ്പൊ ഇത് വേറൊരു ബർഗറിന്റെ ഷേപ്പിൽ സാൻഡ്വിച്ച് ഷേപ്പിലുള്ള മോഡലും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ റോസുവിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അവൾക്ക് അതൊന്നും ആവശ്യമില്ല, കാരണം വലിയ ക്ലാസ്സിലായ പിന്നെ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കോളേജിലേക്ക് ആയി, അതുകൊണ്ട് ഇത് കാണുമ്പോൾ സങ്കടമാണെന്ന്. കാരണം കോളേജിൽ പോകുമ്പോഴേക്കും നമുക്ക് ഇത്രയൊന്നും ഐറ്റംസ് വേണ്ടല്ലോ. എനിക്കിടക്ക് ഇത് കാണുമ്പോൾ വാങ്ങി ഉപയോഗിക്കാൻ തോന്നുന്നു, ചെറിയ കുട്ടിയായിരുന്നെങ്കിലും തോന്നാം. കാരണം നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് എന്തോരം മോഡലാണ് ഇപ്പോൾ വരുന്നത്. അപ്പം അങ്ങനെ സ്നാക്ക് ബോക്സും ഒന്നും ആവശ്യമില്ല, ഞങ്ങളതൊക്കെ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ചോറും പാത്രം വെക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബാഗ് ചിലർ ഉപയോഗിക്കാറുണ്ട്. ലഞ്ച് ബാഗിൽ തന്നെ ഇപ്പം അത്രയധികം ഈ പ്രാവശ്യം ഞാൻ കണ്ടില്ല. കഴിഞ്ഞ വർഷം കണ്ടത്ര ഈ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സ് കെട്ട ടവൽ എവിടെ നിന്നാണ് വാങ്ങണേന്ന് ചോദിച്ചിരുന്നു. നമ്മൾ MCP എന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ തുണിക്കടകളിൽ പോയ വലിയ ടവൽ ചോദിച്ചാൽ കിട്ടൂട്ടോ അങ്ങനത്തെ. ഇനി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ടിഫിൻ ബോക്സിന്റെ കാര്യം എന്ന് പറയാം, അതെങ്ങനെയുണ്ട്. കറി വെക്കാനുള്ള പാത്രത്തിൽ എനിക്ക് നന്നായിട്ട് തോന്നിയ പാത്രമാണ് ഒരെണ്ണം ഇത്, ഈ പിരിയുള്ള മോഡല് സ്റ്റീലിന്റെ ഡബ്ബ. പിന്നെ വരുന്നത് ഈ ഒരു ഡബ്ബ, ഇത് പ്ലാസ്റ്റിക്കിന്റെ ലിഡാണ് ഇതിന് വരണേ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൽ കറി ഒഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് മാത്രം കറി വെക്കുക, കാരണം പ്ലാസ്റ്റിക് ലിഡാണ്. ആ ഒരു പിരിയുള്ള മോഡലാണ് അതുകൊണ്ട് നല്ലത്. പക്ഷെ അതിൻ്റെ അരിക് ഭയങ്കര ഷാർപ്പായിരുന്നു, അത് മാത്രമേ എനിക്കൊരു പ്രോബ്ലം തോന്നിയുള്ളൂ. ചോറും പാത്രം എടുക്കുമ്പോഴും അതെ, അരിക് ഷാർപ്പല്ലാത്തത് നോക്കിയിട്ട് എടുക്കുക, കുട്ടികൾ അല്ലെങ്കിൽ കൈയൊക്കെ വരഞ്ഞ് പൊട്ടും. പിന്നെ ഈ ഒരു സ്ക്വയർ മോഡൽ കഴിഞ്ഞ വട്ടം വാങ്ങിയ ടിഫിൻ ബോക്സാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ ഒരു റൗണ്ട് ഷേപ്പുള്ള ടിഫിൻ ബോക്സും നല്ല ടിഫിൻ ബോക്സാണ്, നല്ല കട്ടിയുണ്ട് സ്റ്റീലിന്. അതുപോലെ അരികൊക്കെ സോഫ്റ്റാണ്. അത് മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് പ്രാവശ്യം, അപ്പോൾ അത് അവൾക്ക് കൊണ്ടുപോകാം. അടുത്തത് നമ്മൾ ബോക്സിൻ്റെയും പേഴ്സിൻ്റെയും ഒക്കെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം പേഴ്സും ബോക്സൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുകയാണ്. നമ്മൾ എല്ലാ കൊല്ലവും എന്തെങ്കിലും കുറച്ച് സാധനം വാങ്ങണേൽ ഒരു ഐറ്റമാണ് എപ്പോഴും മേടിക്കുന്നതാണ് ഈ ഒരു പേഴ്സോ അല്ലെങ്കിൽ ബോക്സ് എന്തെങ്കിലും കേട്ടോ. അപ്പോൾ ഇതിൽ പേഴ്സുകൾ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള പേഴ്സ് ആണെങ്കിൽ 50 രൂപയൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കളറും സെറ്റിങ്സൊക്കെ കൂടുന്നതനുസരിച്ച് 150-200 രൂപയൊക്കെ റേഞ്ച് വരുന്ന പേഴ്സുകളുണ്ട്. പിന്നെ ബോക്സുകൾ തന്നെ മെറ്റലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ 2 സൈഡ് തുറക്കണത്, കുറേ മെക്കാനിസം ഉള്ളത്, അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പറ്റുന്ന കുറേ ഡിസൈൻസും ഒക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, കാണാൻ ഏതെടുക്കുന്നൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ പേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തയ്യലും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. ബോക്സുകളൊക്കെ എടുക്കുമ്പോൾ അതെല്ലാം നോക്കുക, കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ല, അത് ചില തുന്നലൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ നന്നായി നോക്കി ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കുക. ലൈറ്റ് കളേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ആ കൊല്ലം അവസാനിക്കുമ്പോഴേക്കും ചിലപ്പോൾ പേനയുടെ മഷിയൊക്കെ ആയിട്ട് അത് മുഷിയാൻ സാധ്യതയുണ്ട്. ഡാർക്ക് ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ലൈറ്റ് കളർ ഇഷ്ടം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനത്തെ പേഴ്സൊക്കെ നോക്കിയിട്ട് എടുക്കാം. അതുപോലെ കണ്ടിരുന്നു ഇങ്ങനത്തെ ജീൻസിൻ്റെ ഡിസൈനുള്ള മോഡൽ. പിന്നെ ഈ ക്ലിയർ പേഴ്സും ഇതുപോലെ ഡിസൈനുള്ളത്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ അങ്ങനത്തെ. അതുപോലെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, ലൈറ്റ് കളറിലുള്ള ഡിസൈനുകളുള്ള പേഴ്സുകൾ. ഇതൊക്കെ അധികം വിലയും വരുന്നില്ല, കാണാനും നല്ല രസമുണ്ട്.
കണ്ടില്ല, ഇതൊക്കെ നോക്കിയാൽ ക്യൂട്ടായിട്ടുള്ള മോഡലുകൾ. നല്ല രസമുണ്ട് ഈ കളേഴ്സൊക്കെ കാണാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സൊക്കെ നമ്മൾ എടുത്താലും നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു പേഴ്സിൽ തന്നെ 2 കമ്പാർട്ട്മെൻറ്റുകൾ വരുന്ന മോഡൽ പേഴ്സുകളും വരുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു പേഴ്സ്, അതിനധികം വില വരുന്നില്ല. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ റേസറും പെൻസിലും ഷാർപ്പനറൊക്കെ വരുന്ന സെറ്റ് ഉണ്ട്, ടൈം ടേബിൾ കാർഡ്, അതുപോലെ ബോക്സും ഇങ്ങനെ വരുന്ന സെറ്റുകൾ വരുന്നുണ്ട്. 100 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ ഈ കാറിൻ്റെ ഡിസൈനിലൊക്കെ ഉള്ള ബോക്സ് വരുന്നുണ്ട്, ശരിക്കും കാറ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മോഡലുകൾ പല ഷേപ്പുകളിലൊക്കെ ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കളർ തീം അനുസരിച്ചൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നോക്കി നമ്മളിവിടുന്ന് പേഴ്സ് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ കുടയും റെയിൻകോട്ടുമാണ് നോക്കണത്. കുടയാണെങ്കിൽ ഡാർക്ക് കളറാണ് വെയിലത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും നല്ലത്. ലൈറ്റ് കളർ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത്, മഴയത്തേക്ക് കുഴപ്പമില്ല, വെയിൽ വരുമ്പോൾ നന്നായിട്ട് വെയിൽ ഉള്ളോട്ട് വരും. മാത്രമല്ല വെയിറ്റ് കുറച്ച് കുറവുള്ളതും നമുക്കത് തുറക്കാൻ അടയ്ക്കാനൊക്കെ ഈസി ആയിട്ടുള്ള നോക്കാം. കുഞ്ഞു കുട്ടികൾക്കാണ് ഇങ്ങനത്തെ ഹാൻഡിൽ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള മോഡൽ കുട, അതാണ് നല്ലത് കേട്ടോ. അതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചില മോഡലുണ്ട്, അതിനെക്കാട്ടും എനിക്കിഷ്ടം ഇതാണ്. ഇതിൻ്റെ സ്വിച്ചും സിസ്റ്റം ഒക്കെ കുറച്ചും കൂടി എളുപ്പമാണ് കുട്ടികൾക്ക് ചെയ്യാനായിട്ട്, ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കുട്ടികൾക്കും സൂട്ടബിളായ കുട സെലക്ട് ചെയ്യുക. പിന്നെ റെയിൻകോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 100 രൂപയുടെ റെയിൻകോട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇറക്കും കാര്യങ്ങളൊക്കെ നോക്കുക, ഡ്രസ്സൊന്നും നനയാത്ത രീതിയിലുള്ള നല്ല റെയിൻകോട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അടുത്തത് നമ്മൾ കളേഴ്സിൻ്റെ സെക്ഷനിലാണ്. സ്കെച്ച്, ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽസ്, അതുപോലെ തന്നെ വാട്ടർ കളേഴ്സ്, മാർക്കേഴ്സ്, ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്. കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. ഫാബർ കാസൽ, അപ്സര, അതുപോലെ ഡോംസ്, പിന്നെ ലക്സഡ്, അങ്ങനെയൊക്കെ കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കളേഴ്സാണ് ഇഷ്ടം? കുറേ കളറിങ് ചെയ്യുന്നവർക്ക് അത് പറയാനറിയാം. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ, എൻ്റെ മക്കൾക്കും അറിയില്ല, കാരണം അവരങ്ങനെ കളറിങ് ചെയ്യും, ഭയങ്കര ഇതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല. കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ചെറിയ പാക്കറ്റ് കളേഴ്സ് വരുന്നുണ്ട്, അതായത് ഒരു 10 എണ്ണത്തിന് 15 എണ്ണം അങ്ങനെയൊക്കെ. നന്നായി കളർ ചെയ്യുന്നവരാണെങ്കിൽ വലിയ ബോക്സുകളും വരുന്നുണ്ട്. ഇതിലൊക്കെ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല, അത്ര അധികം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിത് ഓരോ ബ്രാൻഡിൻ്റെയും അവരിങ്ങനെ തരംതിരിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ തന്നെ എല്ലാ ഐറ്റംസും ഒരു സെക്ഷനിലായിരിക്കും. അതിപ്പോൾ അതുപോലെ വാട്ടർ കളറൊക്കെ കണ്ടില്ലേ, കുഞ്ഞ് ഇതേ മോഡലൊക്കെ. അപ്പോൾ നല്ല കളറിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് മോഡൽ ഇപ്പോൾ വരുന്നുണ്ട്, പണ്ടത്തെ മാതിരിയല്ല. ഏതെടുക്കണം എന്നറിയില്ല. അപ്പം അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ കണ്ടുപോകുന്നു. കാരണം ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വലിയ ക്ലാസ്സിലേക്ക് ആയി തന്നെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല എന്നേ. എല്ലാം അങ്ങനെ നോക്കി വരുമ്പോൾ ഇതെല്ലാം വീട്ടിലുണ്ട്, ഇത് എന്തിനാണ്, പിന്നെ അധികം ഉപയോഗിക്കുന്നില്ല വലിയ ക്ലാസ്സിലേക്ക് ആയപ്പോൾ. അപ്പം അതുകൊണ്ടൊരു സങ്കടം, വലുതായി പോകുമ്പോൾ ഒരു വിഷമം. ഇതൊന്നും ഇനി വാങ്ങാൻ പറ്റില്ലല്ലോ. ഉപയോഗിക്കാനും ആഗ്രഹമുണ്ട്, പക്ഷേ ആവശ്യമില്ല. അപ്പം എന്തായാലും ഇതെല്ലാം നോക്കി നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്തത് നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ സെക്ഷനിലോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ വലിയ മോഡൽ ഇത് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട്, പ്രൊട്രാക്ടറും അതുപോലെ സെറ്റ് സ്ക്വയറും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ ഐറ്റംസ് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയാലും നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. പണ്ടൊക്കെ ഇതിന് എന്തെങ്കിലും പോയാലേ കഴിഞ്ഞു, പിന്നെ കിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങി. പക്ഷെ നമ്മൾ കളയാതെ സൂക്ഷിക്കണം കേട്ടോ, ഐറ്റംസ് കളയുന്നത് നല്ല കാര്യമല്ല. പിന്നെ ഈ ഇൻസ്ട്രുമെന്റ് ബോക്സ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കാംലിൻ്റെയും ക്ലാസ്മേറ്റ്സിൻ്റെയും നട്രാജ്, അങ്ങനെയൊക്കെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഉണ്ട്. നമ്മുടെ കയ്യിലൊക്കെ കാംലിൻ്റെ ഈ ഒരു ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറേ മോഡലുണ്ട്, ഇവരുടെ കയ്യിലും ഉണ്ട്. ഈ പ്രാവശ്യത്തൊന്നും കേടായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ല. അപ്പോൾ ഈ ബോക്സുകൾ ഏതാണ് നിങ്ങളുടെ ബ്രാൻഡ് ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ ഒന്ന് പറയാൻ കേട്ടോ. അടുത്തത് നമ്മൾ ഗ്ലൂവിൻ്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വട്ടവും ഒരു ബോട്ടിൽ ഫെവിക്കോളും പിന്നെ ഈ ഫെവി സ്റ്റിക്കും പിന്നെ നമ്മുടെ ഫെവി ഗം എന്ന് പറഞ്ഞിട്ടുള്ളതും എല്ലാം വാങ്ങാറുണ്ട്, ക്ലിയർ ആയിട്ടുള്ളത്. കാരണം ഇതെല്ലാം നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവരും സ്റ്റേഷനറിയിൽ വേണ്ട ഐറ്റംസ് ആണ്. അപ്പം ഇതെല്ലാം ഓരോന്നും നമ്മളൊരു മീഡിയം സൈസ് ബോട്ടിൽ എല്ലാതും വാങ്ങുന്നുണ്ട്. പിന്നെ ഗ്ലൂവിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഗ്ലിറ്ററുള്ള മോഡൽ ഗ്ലൂ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇതിങ്ങനത്തെ കണ്ടിലൊക്കെ ക്യൂട്ടായിട്ടുള്ള മോഡലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം. ഇനി കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. വൈറ്റ് ബോർഡ് കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ പോയപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കണ്ടിരുന്നു. അപ്പോൾ ഈ ബോർഡിന്റെ കൂടെ ചെറിയ 2 മാഗ്നറ്റും ഒരു പെന്നും വരുന്നുണ്ട്. കുട്ടികൾക്ക് നല്ലതാണ്, വീട്ടിലിരുന്ന് എഴുതി ഇപ്പോൾ നോക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ പോലെയൊക്കെ നിന്ന് നമുക്ക് പഠിപ്പിക്കാനൊക്കെ ഇങ്ങനത്തെ ബോർഡ് നല്ലതാട്ടാ. പിന്നെ ടെക്സ്റ്റ് ബുക്കും അടയാളപ്പെടുത്താനൊക്കെ ആയിട്ട് ഹൈലൈറ്റേഴ്സ് വരുന്നുണ്ട്. അത് ഓരോന്നൊക്കെ ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ 4 എണ്ണത്തിന് പാക്കായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം. പിന്നെ A4 പേപ്പറിൻ്റെ ഒരു സെറ്റ് ഇങ്ങനെ വാങ്ങി വെക്കണം, നല്ലതാണ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ. പിന്നെ ഇങ്ങനത്തെ ലൈനുള്ള പേപ്പർ, അത് എക്സാം ഒക്കെ എടുക്കുമ്പോൾ ചില സ്കൂളിൽ പറയാറുണ്ട് പേപ്പർ കൊണ്ടുവരാൻ ചില സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാം.
പ്ലെയിൻ വൈറ്റും അങ്ങനത്തെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ബണ്ടിലായിട്ട് A4 പേപ്പറൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങണതാവും നല്ലത്. പിന്നെയുള്ളത് ഫയലുകൾ. ഇതിങ്ങനത്തെ ബേസിക് ഈ മോഡൽ ഫയല് 1-2 വാങ്ങി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഫയൽ ആവശ്യം വരും. പിന്നെ വലിയ മോഡൽ ഫയല് വലിയ ക്ലാസ്സിലേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്ലിയർ ഫയലുകൾ, ഇങ്ങനത്തെ അതായത് ഒരു ഫയലിൻ്റെ ഉള്ളിൽ കുറേ ക്ലിയർ ആയിട്ടുള്ള പോക്കറ്റുകൾ പോലെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ വരയ്ക്കുന്ന ആർട്ട് ക്രാഫ്റ്റ് അങ്ങനത്തെ ഒക്കെ നമുക്കിതിൽ വെക്കാൻ നല്ലതാണ്. അത് പല അളവിൻ്റെ വരുന്നുണ്ട്. 40 പോക്കറ്റുള്ളത് 80 എണ്ണത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബേസിക് മോഡലായിട്ട് സാധാരണ ഫയലാണെങ്കിൽ അങ്ങനെ ഒരു ഫയല് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റുകൾ വരുമ്പോൾ അതിലേക്ക് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷീറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് കട്ട് ചെയ്ത് നമുക്ക് പിക്ചേഴ്സ് അതിൽ ഒട്ടിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബുക്ക് വാങ്ങാൻ കിട്ടും. ആ ബുക്കിലും ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അത് കട്ട് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് പ്രൊജക്ട് വർക്കിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലത്തെ മാഗ്നറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മുടെ വീട്ടിൽ സ്റ്റീൽ അൽമാരയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമ്മേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ഈ മാഗ്നറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് ഓർമ്മപ്പെടുത്താനൊക്കെ ആയിട്ട് വെക്കാം. പിന്നെയുള്ളത് മാർക്കേഴ്സ് ആണ്. അത് വൈറ്റ് ബോർഡും എഴുതുന്ന മാർക്കേഴ്സും പിന്നെ ഇങ്ങനത്തെ മോഡൽ ചിസൽ മാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ മോഡൽ മാർക്കർ. അത് ബ്ലാക്കും റെഡും ഒരെണ്ണം വാങ്ങി വെച്ചാൽ നല്ലതാണ്. 10 രൂപയാണ് ഒരെണ്ണത്തിന് വില. നമുക്ക് ചാർട്ട് വർക്കിനൊക്കെ എന്തായാലും ആവശ്യം വരും. പിന്നെയുള്ളത് സെല്ലോ ടേപ്പുകൾ. അത് പലതരത്തിലൊക്കെ ഉള്ളതുണ്ട്. 1-2 ബേസിക് മോഡൽ നമ്മൾ വാങ്ങി വെക്കുക. പിന്നെ സിസേഴ്സ്, സ്റ്റേപ്ലർ, ഇതൊക്കെ ബേസിക്കായിട്ട് വീട്ടിൽ ഉണ്ടാവേണ്ട കുറച്ച് ഐറ്റംസ് ആണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമുക്ക് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം. അത് പല ഷേപ്പിലും പല മോഡലിലും വരുന്നുണ്ട്. ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്കുള്ള ഹെയർ ആക്സസറീസ്, അതായത് ക്ലിപ്പുകൾ, ഹെയർ ബണ്ണുകൾ, ഹെയർ ബാൻഡ്, റിബൺ, ഇതെന്നിങ്ങനെയുള്ളതൊക്കെ നോക്കി നേരത്തെ കൂട്ടി വാങ്ങി വയ്ക്കുക. അല്ലെങ്കിൽ ബ്ലാക്ക് ക്ലിപ്പൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യം വരും. അത് പല അളവിലൊക്കെ ഉള്ളത് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇയറിങ്സ്, ചെറിയ സ്റ്റഡുകൾ, ഗോൾഡ് ഇടാൻ പാടില്ല സ്കൂളിലേക്ക്, അങ്ങനത്തെ നോക്കിയിട്ട് ചെറുത് വളരെ വിലക്കുറവാണ് 1-2 വാങ്ങി വെച്ചാൽ അത് നല്ലതാണ്. ഇത്രയും സെക്ഷൻസ് ആണ് ബാക്ക് ടു സ്കൂൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം അധികം ഒന്നും വാങ്ങാനുണ്ടായിരുന്നില്ലെങ്കിൽ പോലും എല്ലാം കണ്ടു വന്നപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ എന്തൊക്കെ വാങ്ങി എന്നുള്ളതും അതുപോലെ റൂം മേക്ക് ഓവറും സ്റ്റഡി പ്ലാനറും ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയത് അതും കൂടിയിട്ട് ഞങ്ങളോട് പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.